ഹലോ ഫ്ലോക്സ്, വെൽക്കം ടു ദ ന്യൂ വീഡിയോ ഫ്രം മൈ ചാനൽ. നമ്മുടെ വീട്ടമ്മമാരുടെയൊക്കെ ഒരു പ്രശ്നമാണ് കറി എന്ത് വെക്കും, ഇല്ലെങ്കിൽ ചോറാക്കണോ, ബിരിയാണി ആക്കണോ, അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം എന്നൊക്കെയുള്ളത് അല്ലേ. അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ മാർക്കറ്റിൽ പോയപ്പം എനിക്കൊരു സംഭവം കിട്ടി കേട്ടോ. ഇതിൻ്റെ പേര് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണം കേട്ടോ. ഈ സംഭവം നമ്മുടെ എന്താ പറയുന്നത്, കോവയ്ക്കൊക്കെ പോലെ ഇരിക്കുന്ന സംഭവമാണ്. പക്ഷേ കോവയ്ക്കല്ല, അതിലും കുറച്ചുകൂടി വലിപ്പമൊക്കെ ഉള്ളൊരു സംഭവമാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇതിനെക്കുറിച്ചാണ് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം. ഇതിൻ്റെ കറി ഞാൻ ആക്കിയിട്ടില്ല കേട്ടോ. ഇതിൻ്റെ കറി ഞാൻ ആദ്യമായിട്ട് പരീക്ഷിക്കാൻ പോവാണ്. ഇതിൻ്റെ ടേസ്റ്റ് ഇത് കഴിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തഴേന്ന് ആൻറ്റിയൊക്കെ തരുമ്പോൾ നമ്മൾ കഴിച്ചിട്ടുണ്ട്. പക്ഷേ അവർ വെക്കുന്ന രീതി വേറെയാണ്, നമ്മൾ വെക്കുന്ന രീതി വേറെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ ഇതിൻ്റെ കറി ഒന്ന് പരീക്ഷിച്ച് നോക്കാം, ടേസ്റ്റ് ഉണ്ടാവുമോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പം ആദ്യം നമ്മളിതിനെ ഇത് ചുരണ്ടി എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിന് ഇവിടെ പറയുന്ന പേരെന്താണെന്നറിയാമോ? പർവൽ എന്നാണ് പറയുന്നത്, പർവൽ. ഓക്കെ, നാട്ടിലിതുണ്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. അതൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറ കേട്ടോ. എനിക്കറിയത്തേ ഇല്ല ഈ സാധനം എന്താണെന്ന്. നമ്മളൊരു പരീക്ഷണത്തിന് ഇറങ്ങിയതാണെന്ന്. ഓക്കെ, അപ്പം ഫസ്റ്റ് ഇതിൻ്റെ മുകളിലത്തെ ആ ഒരു കരിന്തൊരിയൊക്കെ ഒന്ന് ചേർത്തി കളഞ്ഞ് ഞാൻ എൻ്റെ ഉള്ളിലെ ഇത് സീഡൊന്ന് പുറത്തെടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ കറി വെക്കുമ്പോൾ ചിലപ്പോൾ ഒക്കെ സീഡോട് കൂടിയൊക്കെ കറി വെക്കും കേട്ടോ. അത് പക്ഷേ അതിങ്ങനെ കടിച്ചിരിക്കും. ആ സീഡിങ്ങനെ ഒരു നമ്മൾ കഴിക്കുമ്പം അതിങ്ങനെ തട്ടി ഹാർഡായിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പം രണ്ട് തരത്തിലും വെക്കാം. ഒന്ന് ഇങ്ങനെ കളയാതെ, സീഡ് കളയാതെ അങ്ങനെ വെക്കാം. അതല്ല എങ്കിൽ ഇതുപോലെ സീഡ് കളഞ്ഞിട്ട് വെക്കാം. ഞാൻ ഏതായാലും സീഡ് കളഞ്ഞിട്ട് വെക്കാനുള്ള പരിപാടിയാണ്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ 2-3 ഉരുളക്കിഴങ്ങും എടുത്തു. പിന്നെ സവോള, നമ്മുടെ കുറച്ച് പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ നീളത്തിലാണ് ഞാൻ അരിയുന്നത്. ഇവിടെ ഞാൻ കറിക്കകത്തൊക്കെ കണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് വട്ടം അരിഞ്ഞിട്ടാണ്. ഇത് ഹാഫേ ആക്കുകയുള്ളൂ, പകുതി ആക്കിയിട്ട് ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞ് ഇട്ടിട്ട്, അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങ് അത്രയും മുഴുപ്പിലൊക്കെ ഇട്ടിട്ടാണ് ഇവർ ചാറ് പോലെയോ അങ്ങനെയൊക്കെയാണ് ഇവർ വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കേതായാലും നമ്മുടെ തോരൻ പോലെയൊക്കെ നിങ്ങൾ വെച്ചേക്കാം എന്ന് വിചാരിച്ച് ഞാൻ ഇത് ഇങ്ങനെ നീളത്തിൽ അരിയുന്നുണ്ട്. ആദ്യം ഞാൻ പറവൽ മൊത്തം അരിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ പൊട്ടറ്റോ ഉണ്ടല്ലോ, പൊട്ടറ്റോയും ഇതേപോലെ തന്നെ ഞാൻ അരിഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അപ്പം ഞാനിങ്ങനെ അരിഞ്ഞുകൊണ്ടിരുന്നപ്പോഴേ നമ്മുടെ ചേട്ടായി വന്നിട്ട് പറഞ്ഞ്, അത് എനിക്ക് അരിയാനായിട്ട് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഒരു കുഴപ്പമില്ല, അരിഞ്ഞോളാൻ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പൊട്ടറ്റോയൊക്കെ അരിഞ്ഞ് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ട് ഞാൻ മാറിക്കൊടുക്കുക ചെയ്തു കേട്ടോ. അതാണ് ഞാൻ ഒരു പൊട്ടറ്റോ അതേ ഹാഫേ അരിഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പം അത്ര അരിഞ്ഞ് ഞാൻ മാറിക്കൊടുക്കുക ചെയ്തത് നിങ്ങളെ അരിഞ്ഞ് കാണിക്കാൻ വേണ്ടിയിട്ട്. ബാക്കി പിന്നെ ചേട്ടായി അരിഞ്ഞ്. അപ്പം അത് അങ്ങനെയാണ് സംഭവം. ഞാനിവിടെ എല്ലാം അരിഞ്ഞെടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ തോരൻ കറിക്ക് അരിയുന്ന പോലെ തന്നെ അരിഞ്ഞെടുക്കുക. ഒത്തിരി ചെറുതൊന്നും ആക്കണ്ട. പിന്നെ ഇതിനകത്തൊന്നും ഒത്തിരി വെള്ളമൊന്നും വരാനൊന്നുമില്ല കേട്ടോ. ഒരു ചെറിയൊരു പൊടിക്ക് വെള്ളം വരും. പക്ഷേ എന്നാലും ഒത്തിരി വെള്ളമൊന്നും, നമ്മൾ മറ്റേ പീച്ചിങ്ങയൊക്കെ കറി വെക്കുമ്പോൾ ഒത്തിരി വെള്ളമൊക്കെ വരില്ലേ, അങ്ങനെയൊന്നുമില്ല കേട്ടോ. പിന്നെ അത്ര സംഭവങ്ങളെല്ലാം അരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറൊന്നുമില്ല കേട്ടോ. നമ്മൾ സാധാരണ തോരൻ വെക്കുന്ന പോലെ തന്നെ അങ്ങോട്ട് വെക്കുക എന്നുള്ളതാണ് അതിനകത്ത് അടുത്ത പ്രോസസ്സ്. അപ്പോൾ അത് വെക്കാനായിട്ട് ഞാനൊരു ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചു. അത് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടിയൊക്കെ വന്നു കഴിയുമ്പോൾ കറിവേപ്പില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. എനിക്കിവിടെ കറിവേപ്പില തീർന്നിരിക്കുകയായിരുന്നു, അതുകൊണ്ട് ഞാൻ കറിവേപ്പില ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പം ഡയറക്റ്റ് ഞാൻ അത് ആഡ് ചെയ്ത് കൊടുത്ത് ഇളക്കി അതിനെ ആക്കിയെടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഇതിനകത്ത് ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും മസാല ചേർത്തേ ഉണ്ടാക്കുകയുള്ളൂ. അതെന്നാന്ന് എനിക്കറിയില്ല. ഏത് കറി വെച്ചാലും അവർ മസാല ചേർത്തിട്ടേ ഉണ്ടാക്കുകയുള്ളൂ. പുറത്തൊക്കെ വരുമ്പോൾ അങ്ങനെയാണെന്ന് തോന്നുന്നു. നോർത്ത് ഇന്ത്യയിലൊക്കെ എങ്ങനെയായിരിക്കും, എല്ലായിടത്തും തന്നെ മസാലകളാണല്ലോ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കുറച്ച് മസാലയൊക്കെ ചേർത്ത് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. പക്ഷേ ഇത് എന്താ പറയുന്നത്, നമ്മൾ മഞ്ഞൾപ്പൊടി മാത്രം ചേർത്തുണ്ടാക്കി അങ്ങനെ ഉണ്ടാവും. അതിൻ്റെ ഒരു പച്ചക്കുത്തൽ പോലത്തെ ഒരു, മഞ്ഞൾപ്പൊടിയുടെ അല്ല, ഈ പച്ചക്കറിയുടെ ഒരു കുത്തൽ പോലത്തെ ഒരു കുത്തലുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ പിന്നെ വിചാരിച്ചു നമ്മളെപ്പോഴും കഴിക്കുന്ന രീതിയിൽ തന്നെ അങ്ങോട്ട് മസാലയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കാം എന്നാണ് വിചാരിച്ചത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ മസാലയൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആദ്യം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ചട്ടിയിലാക്കിയിട്ട്. എന്നിട്ട് അതിന് കുറച്ച് ഒന്ന് മൂടി വെച്ച് ഒന്ന് ഇതാക്കിയെടുക്കുക, ഒന്ന് ആവി കയറ്റിയെടുക്കുക. കാരണം ഒന്നൊന്നും ഒരു ആവി വന്നു കഴിയുമ്പോൾ അതൊരു ഒതുങ്ങിയും കിട്ടും. നമുക്ക് മസാലയൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട്
പിടിക്കുകയും ചെയ്യും. ഇനി അങ്ങോട്ട് മസാലകൾ നമുക്ക് ചേർക്കാം. ആദ്യം ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് കുറച്ച് നമ്മുടെ ഇതില്ലേ എന്താ പറയുന്നത്, കോറിയൻഡർ പൗഡർ, മല്ലിപ്പൊടി കുറച്ച് അതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുത്തു. ഇതൊക്കെ കുറച്ചേ ഉള്ളൂ കേട്ടോ, നമ്മുടെ ആവശ്യാനുസരണം ചേർക്കാവുന്നതേ ഉള്ളൂ. പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ടു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഗരം മസാല ഇട്ടു. അത് കഴിഞ്ഞ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചിക്കൻ മസാലയും കൂടി കുറച്ച് ചേർത്തിട്ടുണ്ട്. ഈ ചിക്കൻ മസാലയും ഈ ഗരം മസാലയൊക്കെ ചേർത്താണ് ഇവിടെ വെക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ നിങ്ങളുടെ വെച്ചത്. അപ്പം അതൊന്ന് ഇളക്കി കൊടുത്ത് മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുത്താൽ മതി. വേറെ പ്രത്യേകിച്ച് ഇതിനകത്ത് വേറെ ഒന്നുമില്ല കേട്ടോ. പെട്ടെന്ന് ആകുമൊക്കെ ചെയ്യും, പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും നമുക്ക് അങ്ങനെ പിടിക്കണമെന്നില്ലല്ലോ. ഇത് ഞാൻ കഴിച്ച് നോക്കിയിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാവുന്നതേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഓവർ ടേസ്റ്റോ ഒത്തിരി ടേസ്റ്റൊന്നും ഇല്ല കേട്ടോ, എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ നമ്മുടെ പീച്ചിങ്ങ എന്ന് വെച്ചപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ച വീഡിയോയിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇതിന് അങ്ങനത്തെ ടേസ്റ്റൊന്നും വന്നില്ല കേട്ടോ. ഈ ഓരോ പച്ചക്കറിക്ക് ഓരോരോ ടേസ്റ്റ് അല്ലേ, അതിൻ്റെ ആയിരിക്കും. അപ്പോൾ ഞാനിത് മൂടി വെച്ച് നമ്മൾ നല്ലപോലെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടാണ് ഉണ്ടാക്കുന്നത്. കാരണം വെള്ളമൊന്നും ഞാൻ ഒരു തുള്ളി പോലും ചേർത്തിട്ടില്ല. അതിനകത്തുണ്ടായ വെള്ളത്തിൽ തന്നെയാണ് അത് വെന്ത് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിലിട്ടില്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പം ഇത് നാട്ടിൽ കിട്ടുമോ എന്നുള്ളതൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ, കമൻറ്റിലൊന്ന് പറയണേ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ ആയിട്ടുണ്ട് ഏറെക്കുറെ. ഇനി ഒന്ന് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടിയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് വരും. പിന്നെ ഇവരിവിടെ ഉണ്ടാക്കുന്ന എല്ലാം കടുകെണ്ണയിലാണ്, നമ്മളിവിടെ പച്ചവെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പെർവലിൻ്റെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കഴിച്ച് നോക്കിയിട്ട് വലിയ മോശമില്ലായിരുന്നു, എന്ന് വെച്ചാൽ ഓവർ ടേസ്റ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, ഓക്കെ ആയിരുന്നു. പിന്നെ ചോറിൻ്റെ കൂട്ടത്തിലും ചപ്പാത്തിയുടെ കൂട്ടത്തിലൊക്കെ നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ വെച്ച രീതിയിലാണോ ടേസ്റ്റ് കുറവ് എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ സംഭവം. ഇതൊക്കെ കിട്ടുമെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്. അപ്പം ഒരു കാര്യം മറക്കണ്ട, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറന്നു പോകണ്ട. ഓക്കെ, സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബായ്.